നെറ്റിപ്പട്ടമെന്ന തലക്കെട്ട്, ആലവട്ടം, വെഞ്ചാമരം, മുത്തുക്കുടകൾ, കച്ചമണി, പള്ളമണി, കാൽമണി, കച്ചക്കയർ തുടങ്ങി ചട്ടമെന്ന തിടമ്പ് വരെ കിടാവിളക്കിനും ഭഗവാന്റെ രൂപത്തിനുമൊപ്പം പ്രദർശിപ്പിച്ചപ്പോൾ തിരുവൻവണ്ടൂർ ഗജമേളയോട് അനുബന്ധിച്ചുള്ള ആനച്ചമയ പ്രദർശനം നയനാനന്ദകരമായ കാഴ്ചയായി. രാവിലെ 10 മണിക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കമ്മീഷണർ എൻ വാസുവാണ് ആനച്ചമയ പ്രദർശനം ഉദ്ഘാടനം ചെയ്തത്. ഗജമേളയിൽ ഭഗവാൻ ഗോശാലകൃഷ്ണന്റെ തിടമ്പേറ്റുന്ന കൂട്ടംകുളങ്ങര അർജുനനും കൂട്ടാനകൾക്കുമായുള്ള ചമയങ്ങളാണ് ക്രമമായി പ്രദർശിപ്പിച്ചിരിക്കുന്നത്. തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വങ്ങളിൽ നിന്നുമാണ് ആനച്ചമയങ്ങൾ തിരുവൻവണ്ടൂരിൽ എത്തിച്ചത്. തൃശൂർ പൂരത്തോടനുബന്ധിച്ച് നിർമ്മിച്ചതിനാൽ തന്നെ പുതുമയുടെ പകിട്ട് ഇവയ്ക്ക് ഓരോന്നിനും പ്രകടമാണ്. നിരവധി ഭക്തജനങ്ങളാണ് ഭഗവാന്റെ തിടമ്പുൾപ്പെടുന്ന ആനച്ചമയ പ്രദർശനം കണ്ടുതൊഴാൻ പ്രദർശനശാലയിലേക്ക് ഒഴുകിയെത്തുന്നത്. ഈ ആനച്ചമയങ്ങൾ ശനിയാഴ്ച അണിഞ്ഞ് ഗജരാജാക്കന്മാർ അണിനിരക്കുമ്പോഴാണ് പകിട്ടോടെ പ്രൗഢിയോടെ തിരുവൻവണ്ടൂർ ഗജമേള തിരുപാണ്ഡവപുരിയിൽ നടക്കുക. മടക്കി വച്ചിരിക്കുന്ന വർണ്ണക്കുടകൾ പഞ്ചാരിയുടെ പെരുക്കത്തോടൊപ്പം വാനിൽ വിടർന്നു നിൽക്കുമ്പോഴും ആലവട്ടവും വെഞ്ചാമരവും വീശുമ്പോഴും ആനച്ചമയങ്ങളുടെ ദൃശ്യഭംഗി ഇരട്ടിയാകും. അത് കാണാൻ നാടൊന്നടങ്കം തിരുവൻവണ്ടൂരിലേക്കെത്തുമ്പോൾ കൂട്ടത്തിൽ താരമാരുന്നതിൽ തർക്കമില്ല. ആനച്ചമയ വേഷഭൂഷാദികളോടെ തലയുയർത്തി നിൽക്കുന്ന ഗജരാജൻ തന്നെ. നെറ്റിപ്പട്ടം, ആലവട്ടം, വെഞ്ചാമരം, മുത്തുകുടകൾ തിരുവൻവണ്ടൂർ ഗജമേളയിൽ പങ്കെടുക്കാനുള്ള ഗജരാജകന്മാർക്ക് അണിയാനുള്ള ആടയാഭരണങ്ങൾ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഗജമേളയോട് അനുബന്ധിച്ച് ആനച്ചമയ പ്രദർശനം നടക്കുന്ന ഹാളിൽ നിന്നും ക്യാമറമാൻ ഫൈസലിനൊപ്പം ശ്യാമസ് നായർ, ACV ന്യൂസ്.